ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു UK ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. നേരം നല്ലൊരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നേരം നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ നല്ല ചൂട് ബീഫ് റോസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ ആർക്കാലും ഇഷ്ടമില്ലാത്തത്. നേരം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള എൻ്റെ ഒരു ചെറിയ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് അത്യാവശ്യം ഫാറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അന്നേരം നമുക്ക് ഫാറ്റ് ഇല്ലാതെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നും തോന്നുകയില്ല. കുറച്ച് നല്ല ഫാറ്റോട് കൂടിയുള്ള ബീഫാണ്. അന്നേരം ഇതിപ്പോൾ 1 kg ഉണ്ട്. അന്നേരം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അന്നേരം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ടോട്ടൽ ഇത്രയുമാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളി എടുത്തിട്ടുള്ളത്. അന്നേരം ഇതിനെ ഞാൻ രണ്ടായിട്ട് ആണ് ചെയ്യുന്നത്. അതായത് ഇതിൽ പകുതി എടുത്ത് ആദ്യം കുക്കറിൽ വേവിക്കുന്ന ടൈമിലും പിന്നീട് ഇതിൻ്റെ പകുതി റോസ്റ്റ് ചെയ്യുന്ന ടൈമിലുമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മസാലകളുടെ കാര്യമാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഗരം മസാലയുമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് ടോട്ടലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയും പകുതിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം എടുത്ത ആ ഒരു ഇഞ്ചിയുടെ പകുതി, അതുപോലെ വെളുത്തുള്ളിയുടെ പകുതി, പച്ചമുളകിൻ്റെ പകുതി, അതേപോലെ ഉള്ളിയുടെ പകുതി ഇത്രയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലകളും ഇത്ര തന്നെയാണ് എടുത്തിട്ടുള്ളത്. അന്നേരം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും പകുതിയായിട്ടുള്ളത് ഇടുന്നു. അതായത് മസാലകളാകുമ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ആണ് ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. 1.5 ടീസ്പൂണാണ് എടുത്തത്. വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്താലും മതി. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ്. എന്നിട്ട് ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ആ ഉപ്പും മസാലകളും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ മസാല ചെയ്തിട്ട് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ടുള്ള ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളകും എടുക്കണം. നേരെ ഇത് ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് അത്യാവശ്യത്തിന് വേണ്ട കുരുമുളക് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒത്തിരി അങ്ങ് പൊടിയണ്ട, എന്നാലും ഒന്ന് ജസ്റ്റ് ഒരു ഇതായിട്ട് ആയിരിക്കണം വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നാട്ടിലും കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടായിരിക്കണം. അന്നേരം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8-9 വിസിലായി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് വേവ് ആയിട്ടുണ്ടായിരുന്നത്. അന്നേരം അത് വേവാകുമ്പോഴത്തേക്കും നമുക്കിനി അടുത്തത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി അല്ലെങ്കിൽ സവാള. എനിക്കിവിടെ ചെറിയുള്ളി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാളയുടെ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത്. എന്നിട്ട് ആ ഒരു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ചെയ്യുക. അന്നേരം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉണക്കിയിട്ടുള്ള കറിവേപ്പില ഉണ്ടായിരുന്നു. അന്നേരം ആ കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യുക. പിന്നെ ആ ഉപ്പ് കുറവാണോ എന്നുള്ളത് നോക്കുക. അത്യാവശ്യത്തിന് വേണ്ടി ഉപ്പിടുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണോ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പെപ്പർ നന്നായിട്ട് മിക്സ് ചെയ്യുക. അന്നേരം ഓരോരുത്തരുടെ എരിവിന് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടുന്നത്. ഒത്തിരി എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇടുക. എനിക്ക് ഒത്തിരി എരിവ് ഇഷ്ടമാണ്, അതായത് ഞാൻ നന്നായിട്ട് കുരുമുളക് പൊടി ഇടും. അതുപോലെ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. അന്നേരം എപ്പോഴും വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാൻ നോക്കണം. എന്നാൽ ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് വഴറ്റി കിട്ടും. അന്നേരം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് കഴിക്കാനായിട്ട് പാടില്ല. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അന്നേരം ഈ ഒരു ഇതിലായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടും. അന്നേരം നല്ല പുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്